ബോണ്ടുകൾ അല്ലെങ്കിൽ കടപ്പത്രങ്ങൾ സാമ്പത്തിക രംഗത്ത് എപ്പോഴും കേൾക്കുന്ന വാക്കാണിത്. ചിലർക്ക് ഇത് എന്താണെന്ന് കൃത്യമായി അറിയാം, പക്ഷെ ബാക്കിയുള്ളവർക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ബോണ്ടുകൾ വാങ്ങിയാൽ ശമ്പളം വാങ്ങുന്നത് പോലെ സ്ഥിര വരുമാനം ഉറപ്പാണ്. സംഗതി കൊള്ളാമല്ലേ? എന്താണ് ഇതിന്റെ ഗുട്ടൻസ്? നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം സ്ഥിര വരുമാനം നൽകുന്ന ഒരു നിക്ഷേപ മാർഗമാണ് ബോണ്ടുകൾ അഥവാ കടപ്പത്രങ്ങൾ. അതേസമയം ബോണ്ട് പുറത്തിറക്കുന്ന സർക്കാരുകളെയും കോർപ്പറേറ്റ് കമ്പനികളെയും സംബന്ധിച്ച് തങ്ങളുടെ പദ്ധതികൾക്കോ പ്രൊജക്ടുകൾക്കോ ബിസിനസ് വിപുലീകരണത്തിനോ ഫണ്ട് സമാഹരിക്കുന്നതിനുള്ള മികച്ച വായ്പാ ഉപകരണങ്ങളാണ് കടപ്പത്രങ്ങൾ. ബാങ്ക് വായ്പകൾക്ക് പലിശ നിരക്ക് കൂടുതൽ ആയതുകൊണ്ടും വായ്പാ വ്യവസ്ഥകൾ കർശനമായതുകൊണ്ടും കമ്പനികൾക്ക് കടപ്പത്രങ്ങൾ അവയേക്കാൾ സൗകര്യപ്രദമായ വായ്പാ ഉപകരണമാണ്. എന്തിനാണ് കടപ്പത്രങ്ങളിൽ നിക്ഷേപിക്കുന്നത്? കയ്യിൽ പണമുണ്ടെങ്കിൽ ബാങ്കിൽ നിക്ഷേപിച്ച് പലിശ വാങ്ങിയാൽ പോരെ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകും. ബാങ്കുകൾ നൽകുന്നതിനേക്കാൾ കൂടുതൽ പലിശ കടപ്പത്രങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. കടപ്പത്രം പുറത്തിറങ്ങുമ്പോൾ തന്നെ പലിശ പ്രഖ്യാപിക്കും. ഇത് മാസത്തവണയായോ ത്രൈമാസ തവണയായോ അല്ലെങ്കിൽ വർഷം തോറുമോ നിക്ഷേപകർക്ക് ലഭിക്കും. നിശ്ചിത കാലത്തേക്കാണ് കടപ്പത്രം പുറത്തിറക്കുക. അതിനുശേഷം മുതൽ തിരിച്ചു നൽകും. 18 മാസം മുതൽക്ക് വർഷങ്ങളോളം കാലാവധിയുള്ള കടപ്പത്രങ്ങളുണ്ട്. ഇവ നൽകുന്ന പലിശയും വ്യത്യസ്തമായിരിക്കും. ആർക്കും കടപ്പത്രങ്ങൾ ഇറക്കാനാകുമോ? മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് സെബിയുടെ അനുമതിയോടെ കടപ്പത്രങ്ങൾ ഇറക്കാനാകൂ. ഈ കമ്പനികൾ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയുടെ റേറ്റിംഗ് നേടിയിരിക്കണം. റേറ്റിംഗ് ആ കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതി പ്രതിഫലിപ്പിക്കുന്നു. ഈ റേറ്റിംഗ് നോക്കി നിക്ഷേപകർക്ക് കടപ്പത്രങ്ങളുടെ നിലവാരം മനസ്സിലാക്കാം. AAA റേറ്റിംഗ് ആണ് ഏറ്റവും മികച്ചത്. കുറഞ്ഞത് BBB റേറ്റിംഗ് എങ്കിലും ഉള്ള കടപ്പത്രങ്ങളിൽ നിക്ഷേപിക്കുന്നതാണ് ഉചിതം. പക്ഷേ റേറ്റിംഗ് കൂടുമ്പോൾ പലിശ നിരക്ക് കുറവായിരിക്കും, എന്നാൽ സുരക്ഷിതത്വം കൂടും. റേറ്റിംഗ് കുറയുമ്പോൾ പലിശയും കുറയും. ബാങ്ക് നിക്ഷേപമാണോ കടപ്പത്രത്തിൽ നിക്ഷേപിക്കുന്നതാണോ നല്ലത് എന്ന് ചോദിച്ചാൽ ബാങ്ക് നിക്ഷേപങ്ങളെ പോലെ ഗ്യാരണ്ടിയോ പരിരക്ഷയോ കടപ്പത്രങ്ങൾക്കില്ല. പക്ഷേ സെബിയുടെ നിയന്ത്രണത്തിലായതിനാൽ തീരെ സുരക്ഷിതമല്ലാത്ത നിക്ഷേപമായി കരുതാനും കഴിയില്ല. ഇനി ഓഹരി വിപണി നിക്ഷേപങ്ങളാണെങ്കിൽ വിപണിയുടെ കയറ്റിറക്കങ്ങളെ ആശ്രയിച്ചാണ് ലാഭനഷ്ട സാധ്യതകൾ. അങ്ങനെ നോക്കുമ്പോൾ അവയ്ക്ക് രണ്ടിനും ഇടയിലെ താരതമ്യേന സുരക്ഷിതവും ലാഭകരവുമായ നിക്ഷേപ മാർഗമാണ് ബോണ്ടുകൾ. ചില ബോണ്ടുകൾ നികുതിരഹിതവുമാണ്. പണപ്പെരുപ്പത്തിന് അതീതവും സ്ഥിര വരുമാനം ഉറപ്പു നൽകുന്നതും സർക്കാരുകൾ ഉൾപ്പെടെ വിശ്വസനീയ സ്ഥാപനങ്ങൾ പുറത്തിറക്കുന്നതുമായ ബോണ്ടുകൾ ആർക്കും പരീക്ഷിക്കാവുന്ന ഒരു നിക്ഷേപ മാർഗം തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ റിസ്കുകൾ ഇഷ്ടമുള്ളവർക്ക് ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാം. റിസ്ക് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ബാങ്കുകളിൽ നിക്ഷേപിക്കാം. ഇനി ചെറിയ റിസ്ക് എടുക്കാമെങ്കിൽ കടപ്പത്രങ്ങളിൽ നിക്ഷേപിക്കാം. അത്ര തന്നെ.